ക്ലിപ്പിന്റെ കാലം. പ്രസംഗിക്കുന്നതും പറയുന്നതും ഫോൺ ചെയ്യുന്നതും വർത്താനം പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത ഒരു സ്ഥലത്ത് ഒറ്റന്റെ നിക്കാഹിന് പോയി. ക്ലിപ്പിന്റെ മാസ്റ്ററാ. ഓരോ നിക്കാഹിന്റെ സമയത്ത് ഞാൻ വർത്താനം പറയുന്ന അടക്കം പിടിച്ചെടുത്തില്ലേ, ഒന്നും പിടിക്കാൻ ബാക്കി വെച്ചില്ല. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഓർപ്പിച്ചു വെച്ചിട്ടുണ്ട്, ദുന്യാവിൽ റെക്കോർഡ് ചെയ്യുന്നവരുടെ റെക്കോർഡല്ല നമ്മുടെ വിഷയം. അല്ലാഹു തആല ഓരോ മനുഷ്യന്റെയും ഓരോ വാക്കും റെക്കോർഡ് ചെയ്യാൻ ഉള്ള മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ റെക്കോർഡിനെ മറികടക്കുന്ന ഒരു റെക്കോർഡുകാരനുമില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല. ഞാനിപ്പ ക്ലിപ്പുകാരനെ സംബന്ധിച്ച് അതേപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് എന്ന് ഞാനേതോ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരുന്നു. പിന്നെയാണ് ഫിത്ന തുറക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. പറഞ്ഞ സമയത്ത് എന്റെ അറിവ് അങ്ങനെയാണ്. പിന്നെ നോക്കുന്ന സുബ്ഹാനല്ലാഹ്, ഞാൻ ഉപദേശിച്ചതടക്കം ക്ലിപ്പാക്കിയിട്ട് വേറുള്ളൊരു കേൾപ്പിക്കുന്നു. വൈദഗ്തുമിനഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്ന ആളുകളുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ക്ലിപ്പ് വീരൻ എന്നോട് പറഞ്ഞു, ഇതാ എന്റെ അടുത്ത് ഇത്ര മുടിയുണ്ട്. ഇത് മുടി ഷെയറുകാർക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. അതൊന്ന് കാണാൻ പോലും തയ്യാറായില്ല. കാരണം ഇവൻ നമീമത്തുകാരനാണ്. നമീമത്തുകാരന്റെ വാക്ക് കേട്ടിട്ട് പരിശോധിക്കാൻ പാടില്ല എന്ന് റസാലിമാവ് പഠിപ്പിച്ചതാ. തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ എന്റെ കോഴിക്കോട്ടുനിന്ന് ഇവന്റെ ഒരു CD കേൾപ്പിക്കുന്ന ഒരു കൂട്ടർ അതിൽ പറഞ്ഞു, പേരോട് ഉസ്താദ് നല്ല മനുഷ്യൻ തന്നെ, പക്ഷെ ഞാൻ കൊണ്ടുപോയ മുടി തിരിഞ്ഞു നോക്കിയില്ല. അവൻ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ നിന്ന്. നമീമത്തുകാരന്റെ വാക്ക് കേട്ട് പരിശോധിക്കാൻ പാടില്ല. അതാ ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷിച്ചോളം നമീമത്ത് പറയുന്നവരെ. ലാ തുതീ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശായിൻ നമീം ഉതുല്ലിൻ ബഅദ ദാലിക സനീൻ. അബൂജഹലിനെ അല്ലാഹു ആക്ഷേപിച്ചിട്ടില്ല. അബൂലഹബിന്റെ പേര് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ് ആക്ഷേപിച്ചു. പക്ഷേ ഇത്ര ആക്ഷേപിച്ചിട്ടില്ല. അല്ലാഹു ഖുർആനിൽ ഏറ്റവും ആക്ഷേപിച്ചതാരെയാണ്? ഏഷണി പറയുന്നവരെയാണ്. സ്നേഹിക്കുന്നവരെ പരസ്പരം തീറ്റിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഏഷണി പറയുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ് അവസാനം പറഞ്ഞത് എന്താണ്? അവൻ ജാരസന്തതിയാണ് നബിയേ, ശരിയായ ജന്മത്തിലുള്ളവനല്ല. മുസ്ലിമീങ്ങളെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഏഷണി പറയുന്നവന്റെ ജന്മത്തെ ചോദ്യം ചെയ്തു പരിശുദ്ധ ഖുർആൻ. അത്ര ആക്ഷേപിച്ച അബൂജഹലിനെ പോലും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം എന്തെയില്ല, സത്യം ചെയ്തുകൊണ്ട് നമീമത്തും പറഞ്ഞ് നടക്കുന്നവരുണ്ടാകും. അവരെ നിങ്ങൾ അനുസരിക്കരുതേ, അവരെ വാക്ക് ചെവിക്കൊള്ളരുതേ. ഖുർആൻ പറയും